മാറിപ്പോടെ ഡേയ്. ഗ്യാങ്ങോസിന്ന് വരുന്ന വഴിയാ. ഡേയ് എന്തിനാ? ഓക്കേ ഗൈസ്, വാസവണ്ണം പുറകെ വരുന്നുണ്ട്, വാസവണ്ണം പുറകെ വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, പുറകെ ആള് വരുന്നുണ്ട്. ഒരു മിനിറ്റ്, എനിക്ക് ചാറ്റ് വായിക്കാൻ പറ്റുന്നില്ല. ഞാനൊന്ന് വണ്ടി ഒതുക്കിക്കോട്ടെ. ഒരു മിനിറ്റ് ഒന്ന് വണ്ടി ഒതുക്കിക്കോട്ടെ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഒരു സെക്കൻഡ്, വണ്ടി ഒന്ന് ഒതുക്കിക്കോട്ടെ ഞാൻ. ആ ഓക്കെ പറ. ചാറ്റ് നോക്കിച്ചോട്ടെ. വണ്ടി ഓടിക്കരുത്, ശ്രദ്ധിച്ചില്ല. പറഞ്ഞേ, എന്തുണ്ട് വിശേഷം? കെടുമ്പരോ? എടാ ഈഗിൾപുറയുടെ വണ്ടി കൊണ്ടുപോകായിരുന്നു. വണ്ടി വാഷിന് കൊണ്ടുപോയിട്ട് വരുന്ന വഴിയാ. വണ്ടി നമ്മുടെ ഹർലിൻ വാഷിന് കൊണ്ടുപോയിട്ട് വരുന്ന വഴിയാടാ. എടാ കണ്ണമൂണ്ടിൽ കിട്ടിയില്ല വണ്ടി. ഞാൻ പറഞ്ഞില്ല, ഞാൻ വാഷിന് പോയിട്ട് വരുന്ന വഴിയാന്ന്. എടാ വാഷിന് പോയിട്ട് വഴിയാടാ, അതുകൊണ്ടാടാ. എടാ ഈ സാധനം ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഇതൊക്കെ കഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്ന വണ്ടിയാണ് കേട്ടോ. ഇത് കഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്നതാണ്. എങ്ങനെ ഒപ്പിച്ചടാ? ഇതൊക്കെ കഷ്ടപ്പാടാണ്. ഇല്ല, നിങ്ങൾക്ക് താല്പര്യമില്ലേ പറ. ഞാൻ ഗ്ലാസ് തിരിച്ച് കയറ്റിയിട്ട് ഞാൻ പോവാണ്. ഞാൻ വന്ന വഴി തിരിച്ച് ഞാൻ ഗ്ലാസും കയറ്റിയിട്ട് ഞാൻ എൻ്റെ വഴിക്ക് ഞാനങ്ങ് പോവും. ഓക്കെ, ഞാൻ ഗ്ലാസും കയറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അങ്ങ് പോവും. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ. നിങ്ങൾക്ക് കാണണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ വീണ്ടും ഗ്ലാസ് കാത്തിട്ട് വരാം. അല്ലാതെ ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ പറയാനാണെങ്കിൽ ഞാൻ പോവാണ്. ഞാൻ തിരിച്ച് ഗ്യാങ് ഹൗസിലോട്ട് പോവുകയാണ്. ഞാൻ പോവാണ് ഗൈസ്, ഞാൻ പോവാണ്. അല്ലെങ്കിൽ ഞാൻ എന്തിനു പോണം? ക്ലാസ് കേട്ടിട്ടൊന്ന് ഞാൻ എന്തിനു പോണം? പടാ, ഞാൻ വരും. ഗൈസ്, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹർലിൻ ഈ പറയുന്ന ഹർലിൻ ഓടിച്ചിട്ടുണ്ടോ ഇന്നേ വരെ ജീവിതത്തില്? ഈ പറയുന്ന വാസുണ്ണ ഹർലിൻ ശരിക്കും ഓടിച്ചിട്ടുണ്ടോ? പറ, ആര് ഹർലിൻ ജീവിതത്തില്? ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒരു ഉത്തരവുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ ഹർലിൻ ഓടിക്കുന്ന കണ്ട ആര്? അത് ഞാൻ ആണോ? അല്ലേ? ഞാൻ ചുമ്മാ ഒന്നും അല്ല സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പഠിച്ചത് 3-4 വർഷം കേട്ടോ. നിങ്ങൾക്ക് ഇത് പലതും പറയാം, മനസ്സിലായില്ലേ? വണ്ടി ഓടിക്കുമ്പോ ചാറ്റ് നോക്കിക്കൂടുന്നതാണ്. ഒരു മിനിറ്റ്, എന്റെ പ്രിയ സുഹൃത്ത് വാറ്റ് ഗോക്കു വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കേസ്, ഞാൻ ഒന്ന് കോളൊന്നും എടുത്തോട്ടെ. ഹലോ കേട്ടൂടാ? UK എന്നല്ലേ, കുറച്ച് ഡിലേ ഉണ്ടാവും ഗൈസ്. ഇപ്പൊ വരും. എന്താ പിടിച്ചില്ലേ? ഹർലിൻ ഓടിച്ചത് പിടിച്ചില്ലേ? ബട്ട് ഇത് സെക്കൻഡ് ചെയ്തല്ലേ? ആ സെക്കൻഡാണ് ചെയ്തത്. ചെറുക്കം നമ്മൾ പറഞ്ഞ അരമണിക്കൂറുണ്ട് പരിപാടി ചെയ്തു തന്നു കേട്ടോ. നമുക്ക് അരമണിക്കൂറുണ്ട്. ഹലോ വാറ്റേ കേക്കാവോ? ഹലോ അളിയ, വണ്ടി ഓട്ടിക്കായിരുന്നോ? അതാണ് നേരത്തെ കോൾ എടുക്കാത്തത്. അളിയ ഏതായിരിക്കും? നീ ഒന്ന് ഊഹിച്ചു നോക്ക്. നാനോ? അപ്പോ അളിയ ഇതൊക്കെ അളിയ കസ്റ്റം ബിൽഡ് ഹർലിൻ. അതാണ് ഇന്നത്തെ എന്റെ വണ്ടി. അങ്ങേരെ പോവാൻ പറയടേ. അങ്ങേരൊക്കെ ആര് നോക്കണം ഇവിടെ? ഒരു വണ്ടി ഉണ്ടാക്കിയിട്ട് ഇന്നേ വരെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? നേരെ ഇപ്പൊ മറ്റേ ഡ്രൈവർ ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിക്കുന്ന പോലെ ഇന്നേ വരെ പുള്ളി വണ്ടി ഓടിച്ചിട്ടുണ്ടോടാ? സത്യം. ആരാ കോൺഫറൻസ് കോളിൽ ആരാ കയറിയത്? മ്യൂട്ടാണാ? മറ്റേ നീ പറഞ്ഞൊന്നും കേട്ടില്ലെന്ന്. മറ്റേ
എടാ അളിയ ഒരു മിനിറ്റ് ഞാനേ എയർപോർട്സിലെ സംസാരിച്ചത് ഞാൻ ഒന്ന് സ്പീക്കറിലാക്കിക്കോട്ടെ ഫോണെന്ന്. ആ സ്പീക്കറിൽ നീ പറ, കേക്കാമോ? ഹലോ ആ അളിയ ഞാനേ എയർപോർട്സിലായിരുന്നു അളിയ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ ചില കാബറക്കൊക്കെ കേട്ടോടന്ന് ഞാൻ ലൗഡ് സ്പീക്കർ ആക്കിയിട്ടുണ്ട്. അളിയ ഒരു മിനിറ്റ് ഒന്ന് പതുക്കപ്പെട്ടെ അളിയ. എന്ത് ചെയ്യാ അളിയ, കാല് വെച്ചാ 120 130 എന്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഏത് ഗിയർ ഇതില്? ഗിയർ ഇവിടെയാണ്. സോറി അളിയ, ഗിയർ താഴെയായിരുന്നു. പറ പതുക്കെ പോണല്ലോ. കുഞ്ഞോടുത്ത് വാങ്ങിച്ചതാ കാറാണ്. അളിയ പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിച്ച കാറാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ പെട്രോളും അടിക്കണ്ട, ഒന്നും ചെയ്യണ്ട, വണ്ടി ഇങ്ങനെ എടുത്ത് കറങ്ങി നടന്നായി. നമുക്കേ അറിയാവോ അത്. അളിയ ഞാൻ നേരെ അങ്ങ് വരട്ടാ, UK-ലോട്ട് വരട്ടാ. വണ്ടിയിൽ ഇഷ്ടം പോലെ പെട്രോൾ ഉണ്ട്. എത്ര നേരം എടുക്കും? കുറച്ച് സമയം എടുക്കും. എടേ നമ്മുടെ അണ്ണനെ കണ്ട, സരക്കണ്ണനെ കണ്ടടേ. ഓ കോൺഫറൻസിൽ ഒന്ന് ആഡ് ചെയ്യും. സരക്കണ്ണനും പറഞ്ഞിരുന്നു, സരക്കണ്ണൻ വണ്ടി കയറണമെന്ന് പറഞ്ഞായിരുന്നു. ഹർലിയിൽ എനിക്ക് ഒന്ന് കയറ്റി റൗണ്ട് കറക്കായിരുന്നു. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഹോൾ തിരക്കാണ്, ഹോളില്ല. ഹലോ 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 കോൺഫറൻസ് കോളാ? ഹലോ സരക്കണ്ണുണ്ടോ? ഹലോ കോളില് സരക്കണ്ണുണ്ടോ? ഹലോ അണ്ണാ എല്ലാരും നമ്മളെ വേറെ ഗ്രൂപ്പ് കോളിലായിരുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇങ്ങോട്ടാക്കി. ഞാൻ കാർപ്ലേ കണക്ട് ചെയ്തിരിക്കായിരുന്നു അണ്ണാ. കാറ്റുണ്ടോ? കാറ്റുണ്ട്, നീ നല്ല രീതിക്ക് തള്ളുന്നുണ്ട്. ശരി അണ്ണ തള്ളുന്നില്ല അണ്ണ, സത്യമായിട്ട് അണ്ണ ഞാൻ ഇപ്പൊ സത്യമായിട്ട് ഇരിക്കുന്നത് ഏകദേശം 10-15 കോടി വരുന്ന കാറിലാണ്. എവിടെ പോണ കാറിലൊക്കെ? കാറില് ചുമ്മാ ഈഗിൾ വാസുണ്ണന്റെ കാറ് ഹർലിൻ. ഇത് കഴിഞ്ഞിട്ട് എന്നെ നേരെ വിളിച്ചിരിക്കുന്ന 24 ന്യൂസിലാ. അവർക്ക് അവരുടെ വിർച്വൽ റിയാലിറ്റിക്ക് എന്നെ വേണോന്ന്. അല്ലാണ് അത് നമ്മുടെ ഒറിജിനാലിറ്റിക്ക് നമ്മള് വേണം. ഏത് ആ സത്യം വേസ്റ്റ് എടാ, തവിട് വേസ്റ്റ് കൊടുത്ത് വാങ്ങിച്ചവൻ ഏത്? ആരടാ അത്? ആ ശബ്ദം കേട്ടറിയാലോ ഏത് വേസ്റ്റ് കൊടുത്ത് വാങ്ങിച്ചെന്ന്. ആര്? ഏത്? ചാറ്റ് മൊത്തം നിനക്കത് വേസ്റ്റ്. പട്ടിത്തീട്ടൊക്കെ വിളിക്കുന്നത്. പട്ടിത്തീട്ടം അതാര് വിളിച്ചത്? ആര്? ബാബു എടാ വണ്ടി ഓടിക്കൊണ്ട് മാത്രം ഞാൻ ചാറ്റ് നോക്കണില്ല കേട്ടാ തെണ്ടി. എടാ ബാബു 270 ലൈക്കും 1000 ഡിസ്ലൈക്കും. ഇല്ല ഇത് അളിയ ആൾക്കാര് നമ്മള് അങ്ങനെ സീക്രട്ട് ഏജന്റ് ബാബു അതെന്ത് വണ്ടിക്കകത്ത് ഗൈസ് RP കയറുന്നില്ലെന്നാണ് പരാതി ഗൈസ്. അപ്പൊ RP-യിലുള്ള ഒരു വണ്ടിയെങ്കിലും വെച്ച് കുറച്ചു നേരം കറങ്ങട്ടെ എന്ന് വിചാരിച്ചു. സരക്കണ്ണ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വണ്ടി ഓട്ടിക്കാ ഫ്രീയാ ഞാൻ പറഞ്ഞു. ലൈക്കടി ഗൈസ്, എഫോർട്ട് എന്തോരം എഫോർട്ട് ഇടുന്ന അറിയാവോ? ചുമ്മാ നെഗറ്റീവ് പറയാൻ എല്ലാരെ കൊണ്ടും പറ്റും, പക്ഷെ ലൈക്കടിക്ക് ആരെ കൊണ്ടും പറ്റില്ല. സത്യം ഗൈസ്, ഇത് ശരിക്കും പറഞ്ഞ ഇൻസ്പയർഡ് ഫ്രം ഡോക്ടർ റെസ്പെക്ട് ആണ്. അതെ ഡിസ്റെസ്പെക്ട് ഹെലികോപ്റ്ററിലാണ് വരുന്നത് എന്റെ അടുത്ത് വിപ്സി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡിസ്റെസ്പെക്ടിന് ഹെലികോപ്റ്റർ വരില്ലെങ്കിൽ എനിക്ക് കാറിലോ ഷിപ്പിലോ ഒക്കെ വരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞു ഇല്ല നടക്കൂലെന്നൊക്കെ പറഞ്ഞ അപ്പൊ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കാറ് വരാൻ വേണ്ടിട്ട്. ബ്രേക്ക് പിടിക്കാമോ? ബ്രേക്ക് പിടിച്ചു. ഒരു മിനിറ്റ് ഗൈസ്, ഞാനൊന്ന് ഗൈസ് നല്ല പൊടിക്കാറ്റ് വരുന്നു. ഞാനൊന്ന് കണ്ണാടി ഒന്ന് കയറ്റിയിട്ടെ കുറച്ചു നേരം. നല്ല പൊടിക്കാറ്റ് വരുന്നു, പൊടിക്കാറ്റ്. ഒന്ന് കണ്ണാടി കയറ്റിയിട്ടോട്ടെ കുറച്ചേരത്തേക്ക്. നീ മറ്റേ ആൾട്ടോ കാറിലെ പഴയ മറ്റേ തിരിക്കുന്നോട്ട് തിരിക്കുന്നത് 15 നല്ലതാണ്. ഞാൻ തിരിക്കുന്നില്ല, ഞാൻ ചുമ്മാ ആടിയിരിക്കുന്നതാണ്. ക്ലാസ് കാത്തടാണ്, ക്ലാസ് ഒരേ പിടി. ഞാൻ നോക്കിയപ്പോ 1/2 മണിക്കൂർ പിടിച്ചു അതിന്റെ പൊങ്ങാൻ വേണ്ടി. കറക്കി തിരിക്കണെന്ന് ആര് പറഞ്ഞു? ഞാൻ രസിച്ചിരിക്കും അതങ്ങനെ. ഡോക്ടർ കാലം കഴിഞ്ഞു. ഇനി മുതൽ ഡോക്ടർ ബാബുവിന്റെ വരെ. അത്രേ ഉള്ളൂ. ഡോക്ടർ ഡിസ്റെസ്പെക്ട് ചെയ്തതുപോലെ ഉണ്ടത്. ബ്രോ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വരണോ? വാലറിന്റെ ഡോക്ടർ ഇന്ന് പെട്രോൾ അടിക്കാനുള്ള പൈസ. താങ്ക് യു ഗൈസ്. ഈ വണ്ടിയിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് ആയിട്ട് ചെയ്യാം ഇവിടെ വേണമെങ്കിൽ. ഇത് പെട്രോൾ ആക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയപ്പോ ഇലക്ട്രിക് ആയിരുന്നു. ബാറ്ററി തീർന്നപ്പോ ഈ വാസവണ്ണൻ ഇതാക്കി പെട്രോൾ ആക്കി. ബാബു സംസാരിക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ സ്പീഡ് കൂടുന്നുണ്ട് ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക്. മൈലേജ് കൂട്ടാൻ വേണ്ടിട്ട്
സംഭവം ഇതിങ്ങനെയൊക്കെ നോക്കട്ടെ, മറ്റേ അകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് അടിയിൽ മറ്റേ കുഴിയാണ്, മറ്റേ CID മൂസേനെ പോലെ കാലിട്ട് തള്ളി തള്ളി ഇരിക്കുകയാണ് ആള്. ആരെ വണ്ടിയാണ് ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി. വണ്ടി സൈഡാക്കിട്ട് കണ്ടില്ലടാ, അത് കണ്ടില്ല. പോയ സ്ഥലത്ത് തന്നെ പിന്നെ മുഴുവൻ ഞാൻ കണ്ടില്ല, നീ മാത്രം കണ്ടു. ഫ്രോഡ് പയ്യനാടാ ഗൈസ്. ഇത് നോക്കോ ഗൈസ്, ഇതിനിപ്പോ നാളെ നോക്കോ, ഈ ഹർലിൻ എന്റെ വാസവണ്ണം വാങ്ങിക്കൊണ്ട് പോകും. സരക്കണ്ണ, ഞാൻ അണ്ണന് വേണ്ടിട്ട് മറ്റേ ഓടി ക്യൂസോൺ ചെയ്തു വെച്ചിട്ടുണ്ട് നാളെ ഇരിക്കാൻ. വേണ്ട, പൊള്ളലൊക്കെ ഇരുന്നോളാടാ, നീയോ ഇരുന്ന്, നീ എന്നെ ഇവിടെ പിടിച്ചിരുത്താടാ, ഞാൻ ഇങ്ങനെയൊക്കെ പൊക്കോളാം. ആര്? പവിൻ ബ്രോ വണ്ടി ഓടിക്കുന്നു. സംസാരിക്കുന്നു. സോറി ഒരു മിനിറ്റ്, ഒന്ന് വണ്ടി സൈഡ് ആയിക്കോട്ടെ. ഒരു മിനിറ്റ് ഹെഡ്സെറ്റൊക്കെ വെച്ച് വണ്ടി ഓടിക്കുള്ളൂ പുള്ളി. അത് ഇച്ചിരി പൈലറ്റാ. കോമഡി ഒന്നുമല്ല, കണ്ണാടി വെക്കാത്തോട്ടൊന്നും കാണുന്നില്ലട്ടാ. സത്യം എനിക്ക് കണ്ടുകൂടാ, ഇപ്പൊ കണ്ണാടി വെച്ച് വെച്ചൊന്നും കണ്ടുകൂടാ. കണ്ണ് കാണാൻ പോയി മറ്റേ മിറർ നോക്കുന്ന പോലെ എടുത്താണ് ചാറ്റ് വായിക്കുന്നത് മൊത്തം. കൊണ്ടുപോയിട്ടാ വണ്ടി. ഇവൻ ഫുള്ള് ഒരായിപ്പ. എടാ, ഇതിലും വലുത് എന്താ ചെയ്തു തരാൻ പറ്റാ? എന്റെ അടുത്ത് വിപ്സി പറഞ്ഞ ഡോക്ടർ ഡിസ്റെസ്പെക്ടിന്റെ ഇൻട്രോ പുതിയതായോണ്ട് കാണാൻ 1,80,000 പേര് വരുന്നു. ഞാൻ പറഞ്ഞു 150 പേര് വന്നാലും ഞാൻ പുതിയ ചെയ്ത് ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കഴിച്ചത് ഇത് വന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇതല്ലേ, ഇത് ലൈക്ക് അടി അങ്ങോട്ട്. എന്തേലും ക്രിയേറ്റീവായിട്ട് കോപ്പി അടിച്ച് ചെയ്യുമ്പോഴത്തേ നിങ്ങൾ അതിനെ കോപ്പി അടിച്ചാണെങ്കിലും ഇതില് ഹർലിൻ ഉപയോഗിക്കുന്നുള്ളത് വെറൈറ്റി ഐഡിയ അല്ലേ അണ്ണാ? നമ്മളെ വണ്ടി, സ്വന്തം വണ്ടി. സത്യം. അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, അതില് ഡോക്ടർ ഡിസ്റെസ്പെക്ടിന്റെ മുഖമാണ്, ഇതില് നിന്റെ മുഖമുണ്ട്. സത്യം. നിങ്ങൾക്ക് എന്തായാലും ഡിസ്റെസ്പെക്ട് കിട്ടുന്നില്ലേ? അതേ ഉള്ളു പോരാ കിട്ടുന്നത് മൊത്തം. MVDക്ക് ഒന്നും ക്ലിപ്പ് അയച്ചു കൊടുക്കരുത്. ചാറ്റ് വായിച്ചോണ്ട് വണ്ടി ഓടിക്കുന്ന ക്ലിപ്പ് ഒന്നും MVDക്ക് അയച്ചു കൊടുക്കരുത് ദയവ് ചെയ്ത്. എനിക്ക് അതേ പറയാനുള്ളൂ. സീറ്റ് ബെൽറ്റ് എവിടെ? എടാ സീറ്റ് ബെൽറ്റ് ഇല്ല ഈ വണ്ടിയിൽ, സീറ്റ് ബെൽറ്റ് ഇല്ലടാ, എല്ലാം വെച്ചു. സീറ്റ് ബെൽറ്റ് വെച്ചിട്ടില്ല വണ്ടിയിൽ. ഇത് എന്റെ വണ്ടി അല്ലല്ലോ, ഇത് അറിയാലോ ആരെ വണ്ടിയാണ്. ഇത് ഇങ്ങനെയൊക്കെ തന്നെ. ഇത് അരബെൽറ്റ് അരയിലാണ്. അതെ. ഓണമായിട്ട് കിളി പോയിരിക്കണോ? എടാ, ഇത്രയും കൂടിയ വണ്ടി ഓടിക്കുന്നത് കിളി പോകുന്നത് കൊണ്ടാണോ? പവിൻബ്രോക്കെ പറയുന്നത് നിന്റെ അടുത്ത് റെസ്പെക്ട് ഉണ്ടായിരുന്നത് പോയെന്ന്. പവിൻബ്രോ ബാബു കൺഗ്രാറ്റ്സ് 150K. 150K നേരത്തെ ആയില്ലയാ? ആണല്ലേ? 2 ലൈവ് മുന്നേ ആയി. ഗൈസ്, അടുത്ത ലൈവില് ഞാൻ പറയാം. നിങ്ങൾ ഇത്ര 300K അതിനല്ലാതെ ഉണ്ടായോ? ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാം. ഗൈസ്, നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഗ്യാങ് ഹൗസിൽ വന്ന് എന്റെ ഇൻട്രോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഗ്യാങ് ഹൗസിൽ നിന്നുകൊണ്ട് നമ്മുടെ പുതിയ ഇൻട്രോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഗ്യാങ് ഹൗസിന്റെ 2-3 ഫ്ലോർ നമുക്ക് കൊണ്ടുവരാം ലൈവില്, മനസ്സിലായില്ലേ? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം നമുക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഒന്ന് വണ്ടി എടുത്തോട്ടെ. നോട്ട് സെക്കൻഡ് കാറ്റടിച്ച് മുടി പറക്കുന്നതാ, ഗ്ലാസ് തുറന്നിട്ടിരിക്കുന്നുണ്ടോ? അത് ഒറിജിനാലിറ്റി. മനസ്സിലായില്ലേ? കണ്ണാപ്പി മറ്റേ 3 MB ബാക്ക്ഗ്രൗണ്ട് വെട്ടിവെച്ചതുപോലെ അല്ല, ഇത് 300 MB വീഡിയോ ഫയലാ. അപ്പൊ വണ്ടിയില്ലേ? അല്ലയോ, വണ്ടിയാ. 300 GB അല്ലെ, $300 ലക്ഷം വണ്ടിയാ. കാറുള്ളനോ? എടാ എനിക്ക് തന്നിട്ടാ ഞാൻ ഓട്ടിക്കുന്നേ. ഇത് മിസ്റ്റർ ബാബു, വണ്ടി നിർത്തുക. ഡ്രൈവിംഗിന് ഇടയിൽ ഫോൺ യൂസ് ചെയ്താൽ ഒരു 5000 രൂപ പെറ്റിയുണ്ട്. MVD ഓഫീസറാണോ ജാസിം ബ്രോ? ഞാൻ പറഞ്ഞില്ലേ, ഇത് കാർപ്ലേ ആണ്. കാറിലെ കളി. താങ്ക് യു സോ മച്ച് 100 rupees സൂപ്പർ ചാറ്റ്. കാറിലെ കളി സംഭവം ഫ്ലോപ്പായി എന്തായാലും. എടാ ഹെഡ്സ്, ഞാൻ ലാസ്റ്റ് ലൈവ് ഇട്ടപ്പോ 300 പേര് ഉണ്ടായിരുന്നുള്ളൂ, 500 പേര് ഉണ്ടായിരുന്നു. ഇപ്പൊ 1000 പേരുണ്ടായിരുന്നു. എനിക്കിത് ഫ്ലോപ്പ് ആയിട്ടില്ല. അവൻ കൊറേ നേരമായിട്ട് ചൊറിയാണ്. നിനക്ക് തെറിവിളിയാണോ വേണ്ടത് ഓണമായിട്ട്? കണ്ണൽ കഴിവേറി ഇറങ്ങിപ്പോടാ. ചുമ്മാ ഇളക്കാൻ വേണ്ടി പറഞ്ഞു. ഓ സോറി, നീ കണ്ണൽ കഴിവേറി അല്ല. ഇരുന്നോ നീ തിരിച്ചു ട്രിക്കിയാണ് കണ്ടൽ കഴിവേറി. സത്യം അവര് ഞാൻ വല്ലായിരുന്നെങ്കിൽ പിടിച്ചു ചെപ്പ് കൊടുത്തു തരും, അവരെ പ്രശ്നമൊക്കെ തീരും.
എടാ അതല്ല ഫോർ പ്ലേ അല്ല കാർ പ്ലേ. ക്രിഞ്ചായി ഹാർട്ട് അറ്റാക്ക്. ക്രിഞ്ചായി ഹാർട്ട് അറ്റാക്ക് ഉണ്ട്. അങ്ങനെയെങ്കിലും തീരെ ട്രൈ ലോകത്തൊന്നും നീ. റോഗ് ആൽഫ താങ്ക് യു സോ മച്ച് 100 rupees സൂപ്പർ ചാറ്റ് ബ്രോ. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ ഗ്യാങ് ഹൗസിലോട്ട് പോകുന്നില്ല, വണ്ടി നേരെ വളച്ച് നമുക്ക് സരക്കന്റെ വീട്ടിൽ പോയി ഫൈനൽസ് കളിക്കാം.